അങ്ങനെ ഈ വർഷത്തെ ഓണവും നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്കിന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ ഓണം സ്പെഷ്യലായിട്ടുള്ള കറികളൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വിഭവം നമ്മുടെ ഒരു കൂട്ടുകറിയാണ്. ചേനയും ഒരു കായും എടുത്തിട്ടുണ്ട്. അത് ഒരേ രീതിയിലുള്ള കഷ്ണങ്ങൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ബൗളിനകത്ത് കായും ഒരു ബൗൾ ചേനയുമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ്, ഈ ഒരു കപ്പിന് 1 കപ്പ് കടലപ്പരിപ്പ് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നന്നായിട്ട് കഴുകി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. കടലപ്പരിപ്പിന് പകരം വെള്ളക്കടലയോ അല്ലെങ്കിൽ കടലയോ എടുക്കാവുന്നതാണ്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഓരോ തരത്തിലുള്ള ഓണ വിഭവങ്ങളുമായിട്ട് ഞാനെത്തുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതങ്ങനെ കുഴയുന്ന പോലെ വേവണ്ട. ഒരു 2 വിസിലൊക്കെ വന്നാൽ മതിയാവും. ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മൾ കഷ്ണങ്ങളെല്ലാം കൂട്ടുകറിക്ക് അങ്ങനെ അങ്ങ് കുഴയുകയില്ലല്ലോ. എല്ലാം സെപ്പറേറ്റായിട്ട് കിടക്കുന്ന രീതിയിൽ മതിയാവും. നമുക്കിതിനാവശ്യമുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാനുണ്ട്. ഒരു പാനിൽ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചേനയും കായും ഒക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ കൂടെ മറ്റ് കുമ്പളങ്ങിയൊക്കെ ചേർക്കാറുണ്ട്. ഞങ്ങൾ സാധാരണ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇനി അത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം മുളക് പൊടി, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ചേർക്കുന്നതാണ് ഇതിന് പ്രത്യേക ഒരു രുചി കിട്ടുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. കഷ്ണങ്ങൾ ഒരുപാട് അങ്ങ് വെന്തുടയണ്ട. ആ രീതിയിൽ നമുക്ക് വേവിച്ചാൽ മതിയാവും. തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഭാഗം എടുത്ത് ഒരു 1/4 മുറി തേങ്ങ മതിയാകും. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളമില്ലാതെ നമുക്കതൊന്ന് ചതച്ചാൽ മതിയാവും. ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. കഷ്ണമെല്ലാം വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് നമുക്കറിയാം ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ചേന വേവാൻ താമസമുള്ളതാണെങ്കിൽ വേറെ അല്പം വേവിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കണം. അപ്പം നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അടച്ചു വെച്ച് ഒരല്പം സമയം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കടലപ്പരിപ്പും കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് വെന്ത് യോജിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ പച്ച വാസന മാറുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വെള്ളത്തിൻ്റെ അംശം ഒരുപാട് കൂടരുത്. കുറച്ച് തിക്കായിട്ടാണ് എപ്പോഴും നമ്മുടെ കൂട്ടുകറിയൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട്
നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 3-4 കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനെ വാങ്ങി വയ്ക്കാം. നമുക്കൊരു പാനിലേക്ക് തേങ്ങ വറുത്ത് ചേർക്കാനുണ്ട്. തേങ്ങ നമ്മൾ അരയ്ക്കുന്നതിലും കൂടുതലായിട്ട് വറുത്ത് ചേർക്കണം. അപ്പോഴാണ് ഈ കൂട്ടുകറിക്ക് സ്വാദുണ്ടാകുന്നത്. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചെറുതായി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. വറവയാണ് ഇതിന് ഈ കൂട്ടുകറിക്കൊക്കെ സ്വാദ് കൊടുക്കുന്നത്. നല്ലതായിട്ട് വറുത്ത് ചേർക്കണം. കടുക് ചേർത്തൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് മുളകൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു 2 കരിവേപ്പില, 2 ഉണക്കമുളക് മുറിച്ചത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അരയ്ക്കുന്നതിൽ കൂടുതൽ തേങ്ങ നമ്മൾ വറുത്ത് ചേർക്കണം. ഇതിന് നല്ലൊരു ചുവപ്പ് കളറാകുന്ന വരെ വറുത്തെടുക്കണം. ഇത് തീ അല്പം കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ, കരിഞ്ഞു പോകാനിടയുള്ളതുകൊണ്ട്. നമ്മുടെ തേങ്ങയൊക്കെ നല്ല കളറ് മാറി നല്ല ചുവപ്പ് കളറായിട്ടുണ്ട്. ഇതിന് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടുകറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഉടനെ ഇളക്കരുത്. ഒരു 4-5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഓണവിഭവങ്ങൾ വരും ദിവസങ്ങളിലും ഓണവിഭവങ്ങൾ ഞാൻ തയ്യാറാക്കുന്നതാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു.